ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലെഗസി കോഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫങ്ഷൻസ്. ഏതൊരു ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും ഫങ്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ്. റിലേറ്റഡ് ആയ കുറച്ച് കാര്യങ്ങളെ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ഫങ്ഷൻസ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സം ആണെന്നൊരു പ്രോഗ്രാം എടുക്കാം. ഓക്കെ, സം ആണെങ്കിൽ യൂസർ ചെയ്യുന്ന ആദ്യം നമുക്ക് രണ്ട് നമ്പേഴ്സ് വാങ്ങണം. യൂസർ ചെയ്യുന്ന രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്ത് തരും യൂസേഴ്സ്. അപ്പോൾ ആ ഒരു രണ്ട് നമ്പർ നമ്മളൊരു വേരിയബിളായിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, ആ സ്റ്റോർ ചെയ്ത് രണ്ടും കൂടി ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് സമ്മില്ല മറ്റൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതിന് ശേഷം യൂസർക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കും. നിങ്ങൾ തന്ന ഇൻപുട്ടിലെ സമ്മ് ഇന്നതാണ്, ഇന്ന വാല്യൂ ആണ് നമ്മൾ ഔട്ട്പുട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് സം ആണെന്നൊരു പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. അതായത് ഫംഗ്ഷൻ്റെ അകത്ത് ഈ കോഡ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കോഡിൻ്റെ ഇടയിൽ വെച്ച് എവിടെ വേണമെങ്കിലും ഫംഗ്ഷനെ കോൾ ചെയ്താൽ അവിടെ നിന്ന് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഡ് റീയൂസ് ചെയ്യാം. നമുക്ക് പ്രോഗ്രാം ചെയ്ത് നോക്കാം. പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു index.html ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ script.js, അതായത് ഈ ഒരു ഫയൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം ഞാൻ ഇതിൻ്റെ കോപ്പി പാത്ത് എടുത്തു. ഓക്കെ, അതിന് ശേഷം ക്രോമിൽ പോകുന്നു, പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ജസ്റ്റ് അത് ക്രോമിൽ ഓപ്പൺ ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനിയാണ് പ്രോഗ്രാമിലേക്ക് കിടക്കുന്നത്. script.js എടുക്കുന്നു. ഫംഗ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ തന്നെ ആദ്യം എഴുതാം. അതിന് ശേഷം ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കുക. നമ്മൾ സാധാരണ വേരിയബിൾസൊക്കെ എഴുതിയിട്ടാകുമ്പോൾ വേരിയബിൾസിന് പേര് കൊടുത്തില്ല, അതുപോലെ ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കാം. ഇപ്പോൾ എന്ത് ഫംഗ്ഷൻ? സം ആണെന്ന് പ്രോഗ്രാം ആയതുകൊണ്ട് സം എന്നുള്ള പേര് കൊടുത്തു. ഓക്കെ, അതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, ബ്രേസ് ഓപ്പൺ ചെയ്യാം. ഇതിനകത്താണ് നമ്മൾ കോഡ് മൊത്തം എഴുതുക. ഓക്കെ, ആദ്യം യൂസർ എന്ന് രണ്ട് നമ്പേഴ്സ് വാങ്ങണം. ഓക്കെ, യൂസർ എന്ന് ഒരു വാല്യൂ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോംപ്റ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, var num1 ഈക്വൽ ടു പാർസ്. ഇപ്പോൾ ഒരു യൂസർ നിന്ന് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് ഡിഫാൾട്ടായിട്ട് അത് സ്ട്രിങ് ആയിട്ടാണ് വരിക. അപ്പോൾ അത് എന്ത് ചെയ്യണം? ഇൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. പാർസ് ഇൻറ്റ്, അതിൻ്റെ അകത്ത് പ്രോംപ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് യൂസർക്ക് എന്ത് മെസ്സേജാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അതായത് യൂസർക്ക് എന്ത് മെസ്സേജാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കാം. എൻ്റെ നമ്പർ. ഓക്കെ, എൻ്റെ നമ്പർ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാം നമുക്ക്, എന്നാലേ ഇത് വർക്ക് ചെയ്യും. അപ്പം കോൾ ചെയ്യാതെ ഞാൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊന്നും ചേഞ്ച് ഇല്ല. ഓക്കെ, ഇനി ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു ഇവിടെ. ഇനി ഇവിടെ വന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ എൻ്റർ എ നമ്പർ 10 കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു നമ്പർ പോരാ, രണ്ട് നമ്പർ വേണമല്ലോ. ജസ്റ്റ് കോപ്പി ചെയ്യുന്നു ഈ ലൈൻ, അതേപോലെ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്പർ 2 എന്നാക്കുന്നു. വേറെ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ യൂസർ എന്ന് രണ്ട് നമ്പർ വാങ്ങിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സമ്മിൽ മറ്റൊരു വേരിയബിൾ ഇത് സ്റ്റോർ ചെയ്യണം. ഓക്കെ, num1 പ്ലസ് num2. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? യൂസർക്ക് ഈ സമ്മ് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഇതിന് വന്നിട്ട് പ്രോംപ്റ്റ് അതുപോലെ നമുക്ക് അലേർട്ടായിട്ട് കാണിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു പേജിൽ റൈറ്റ് ചെയ്യാം. document.write യൂസ് ചെയ്തിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. document.write. ഓക്കെ, document.write, അതിൻ്റെ അകത്ത് നമുക്ക് ആ സമ്മ് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാം. എൻ്റർ നമ്പർ 10 കൊടുത്തു. ഓക്കെ കൊടുത്തു. നെക്സ്റ്റ് 20 കൊടുത്തു. ഓക്കെ, 30 നമുക്ക് കിട്ടി. ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം. console.log
ജസ്റ്റ് ഒരു ഡോട്ട് കൊടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഈ സമ്മ് വർക്ക് ചെയ്തു, അതായത് സമ്മ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തത്. ഓക്കെ, ഉണ്ടോ? ഇതൊക്കെ റൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് വർക്ക് ചെയ്തത്. ഇനി ഒരു പ്രാവശ്യം കൂടി ഇവിടെ സമ്മ് വിളിക്കുന്നു. ഓക്കെ, ഓക്കെ, അത് വന്നു. ഓക്കെ, ആദ്യം ഒന്നുകൂടി നമുക്ക് എന്ത് ചോദിച്ചു? എൻ്റർ നമ്പർ എന്ന് ചോദിച്ചു. ഇപ്പോൾ വന്ന് നോക്ക്, ഈ 15 വന്നത് നമ്മൾ ആദ്യം കൊടുത്ത് സമ്മ് വിളിച്ചപ്പോൾ അപ്പോൾ പ്രിൻ്റ് ചെയ്തതാണ്. ഇത് രണ്ടാമത് പ്രിൻ്റ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ ജാവാസ്ക്രിപ്റ്റിൽ തന്നെ ഇഷ്ടംപോലെ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഈ console.log കൺസോൾ. ഓക്കെ, ഈ കൺസോളിൻ്റെ അകത്ത് വരുന്ന ഇതൊക്കെ ഓരോ ഫങ്ഷൻസ് ആണ്. ഈ console.log ഇല്ലേ, കണ്ടോ? ഇത് വേറൊരു ഫങ്ഷനാണ്, ലോഗ് എന്നുള്ള ഒരു ഫങ്ഷൻ. ഇഷ്ടംപോലെ ഫങ്ഷൻസ് ഉണ്ട് ജാവാസ്ക്രിപ്റ്റിൽ. ജസ്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടും നിങ്ങൾക്ക്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഓരോ ഫങ്ഷൻസും. വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഈ അലേർട്ട് അതൊരു ഫങ്ഷനാണ്. നമ്മൾ അധികം കുറേ ഫങ്ഷൻസ് യൂസ് ചെയ്തു. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഈ ടെക് ഫീൽഡിൽ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.